നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഞാൻ വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിക്കണം. ഇന്ന് ചില പുരോഹിതന്മാർ ഇടവകയിൽ വന്നിരിക്കുന്നത് ആത്മീയമായിട്ട് ജനത്തിന് ആശ്വാസം പകരാൻ വേണ്ടിയല്ല, അല്ല ആത്മീയത പറയാൻ വേണ്ടിയല്ല, അല്ല വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയല്ല. ഇവരിങ്ങനെ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇടവകയിൽ ബിഷപ്പ് ഇവരെ അങ്ങോട്ട് പറഞ്ഞുവിടും. വിട്ട് കഴിയുമ്പോൾ അവിടെ സാമാന്യ രീതിയിലുള്ള നല്ല പള്ളിയായിരിക്കും അവിടെ ഉണ്ടാവുക. ജനങ്ങൾ പണ്ട് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് അധ്വാനിച്ചെല്ലാം കൂടി ഒരു ഇടവക ദേവാലയം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് ചില സമർത്ഥന്മാരായ പുരോഹിതന്മാർ, ഈ തൊണ്ടനായിട്ടുള്ള കുറച്ച് പുരോഹിതന്മാരുണ്ടാവും. ഇവർ വന്നിരുന്നിട്ട് ഈ ആർക്കും വേണ്ടാത്ത കുറച്ച് ടീമുണ്ടാവും ഇടവകയിൽ. പൊതുവെ അധ്യാപകരാണ്. അധ്യാപകരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ആർക്കും വേണ്ടാത്തൊരു വർഗ്ഗമാണ് ഈ അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ. ഒരു ഉപകാരം ഇവർ മറ്റൊരാൾക്ക് ചെയ്യല. അപ്പോൾ ഇങ്ങനെ കുറച്ച് അധ്യാപകരും ഈ അച്ഛനും കൂടെ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇവരാദ്യം ചിന്തിക്കും, ഈ പള്ളി അങ്ങ് പൊളിച്ചാലോ. അപ്പോൾ ഇവിടെ തീരുമാനമെടുത്തു. അപ്പോൾ പള്ളി പൊളിക്കാൻ പൊതുയോഗത്തിൽ തീരുമാനമെടുത്തു. 15 പേരെ ഉണ്ടാവുള്ളൂ പൊതുയോഗത്തിന്. ഇടവക്കാർ മൊത്തം ഉണ്ടാകില്ല, കാരണം ഇവരുടെ അനീതിയോട് ചേർന്ന് നിൽക്കാൻ ആരും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം സാമാന്യം നല്ല പള്ളിയായിരുന്നു. ഈ പള്ളി അങ്ങോട്ട് പൊളിച്ച് 8 കോടിൻ്റെയും 10 കോടിൻ്റെയും എസ്റ്റിമേറ്റ് ഇടും. അപ്പോൾ ഇതാണ് ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയിൽ ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്ന തലശ്ശേരി അതിരൂപതയിലാണ്. ഇപ്പോൾ ഇത്രയും വലിയ പള്ളി ഉണ്ടാക്കിച്ച് ജനങ്ങളെ ഇവർ കൊള്ളയടിക്കും ഓരോ വീട്ടിലേക്ക്. വിശ്വാസികളല്ല, അപ്പോൾ അവരുമായിരിക്കും ഞങ്ങൾക്കൊരു പള്ളി ആവശ്യമില്ല, വേണമല്ലോ എന്ന് പറഞ്ഞ് ഞെക്കിപ്പിഴിഞ്ഞും കുത്തിപ്പിഴിഞ്ഞും എല്ലാം കൂടെ എന്ത് കാണിച്ചാലും വേണ്ടി കൂട്ടിക്കൊടുത്താലും എന്ത് കാണിച്ചാലും അച്ഛന്മാർക്ക് ഒറ്റയൊന്നുള്ളൂ, പള്ളി ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പൈസ ഈ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ ഒരു 10 കോടീൻ്റെ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ 8 കോടിക്ക് തീർത്ത് ബാക്കി അച്ഛന്മാരുടെ വീട്ടിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഒന്ന് ആലോചിക്കുക. മനുഷ്യന് കിടപ്പാടമില്ല, നല്ല വീടില്ല, സാമ്പത്തികമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ അച്ഛന്മാരുടെ കടുത്ത അനീതി എന്ന് പറയുന്നത്. ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ ഏതാണ്ട് 30ഓളം പള്ളിയാണ് പണിയുന്നത്. എല്ലാം കോടികളുടെയാണ്. ഇടവക സമൂഹത്തിന് കിടക്കാൻ നല്ല വീടില്ല, കുറേ പേര് രോഗികളായിട്ട്. ഇവന്മാർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവന്മാർക്ക് പള്ളി പണിയുക. ഈ ഒറ്റ ചിന്തയുള്ളൂ. കുറേ തെമ്മാടിക്കൂട്ടങ്ങളായ കുറേ വൈദികർ വന്നിട്ടുണ്ട് ഇടവകക്കൂടെ. കുറച്ച് ആർക്കും വേണ്ടാത്ത കുറച്ച് അധ്യാപകരുണ്ടാവും. ശരി, നിങ്ങൾ ആലോചിക്കുക, ആർക്കുണ്ടാക്കാൻ വേണ്ടി, എന്തിനു വേണ്ടി ഈ ഒടുക്കത്തെ പള്ളി ഉണ്ടാക്കി വെക്കുന്നത്? ഒരു തരത്തിൽ പ്രഹസനമല്ലേ? ശരിയല്ലേ? എന്നിട്ട് മനുഷ്യനോട് ഒരു സ്നേഹമുണ്ടോ, ഒരു കരുണയുണ്ടോ? പള്ളി